ലോകത്തിലെ തന്നെ ബ്ലഡ് ഡൊണേഷൻ ജപ്പാൻ അവസാനിപ്പിക്കാൻ പോകുന്നു. കാരണം എന്താണല്ലേ? അതിന്റെ റിസൾട്ട് അറിയണമെങ്കിൽ 2030 വരെ നമ്മൾ കാത്തിരിക്കണം. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോകത്തിൽ കണ്ടുപിടിക്കപ്പെട്ടതിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതും വിപ്ലവം സംഭവിക്കാൻ പോകുന്നതും എന്ന് എല്ലാവരും വിചാരിക്കുന്ന ഒരു കണ്ടുപിടുത്തമാണ് കഴിഞ്ഞ ദിവസം ജപ്പാൻ സയന്റിസ്റ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത് മറ്റൊന്നുമല്ല, ആർട്ടിഫിഷ്യലായി ക്രിയേറ്റ് ചെയ്ത ഒരു ബ്ലഡ് ഗ്രൂപ്പ് ആണ്. അവരുടെ നിഗമന പ്രകാരം ഇത് യൂണിവേഴ്സൽ ബ്ലഡ് ഡോണറായി നമുക്ക് ഭാവിയിൽ ഉൾപ്പെടുത്താം എന്നുള്ളതാണ്. അതായത് ഏത് ഗ്രൂപ്പിൽപ്പെട്ട വ്യക്തിക്കും ഈ ബ്ലഡിന്റെ പ്രയോജനം ലഭിക്കും. ഇതോടെ O നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിന്റെ സ്ഥാനം ഇടിയും. ഇന്ന് യൂണിവേഴ്സൽ ബ്ലഡ് ഗ്രൂപ്പായി മെഡിക്കൽ ഗ്രൂപ്പ് അംഗീകരിച്ചിരിക്കുന്നത് O നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുകളെയാണ്. ജപ്പാനിൽ വെച്ച് നടന്ന പരീക്ഷണം വിജയം കണ്ടു എന്നാണ് അവിടുത്തെ സയന്റിസ്റ്റുകളുടെ വാദം. തുടക്കത്തിൽ 6 മുയലുകളിലാണ് ഈ ബ്ലഡ് ഗ്രൂപ്പിന്റെ പരീക്ഷണം നടത്തിയത്. പിന്നീടുള്ള 6 മാസക്കാലം മുയലുകളുടെ റിയാക്ഷൻസും മാറ്റങ്ങളും അടിസ്ഥാനത്തിലാണ് അവർ ഈ വിജയകരമായ കണ്ടുപിടുത്തത്തിന്റെ ന്യൂസ് പുറത്തുവിട്ടത്. ഈ പരീക്ഷണത്തോടെ ആരോഗ്യരംഗത്ത് ഒരു പുത്തൻ പ്രതീക്ഷയാണ് ഉയർന്നിരിക്കുന്നത്. ഈ ആർട്ടിഫിഷ്യലായി ക്രിയേറ്റ് ചെയ്ത ബ്ലഡ് ഗ്രൂപ്പിൽ സിന്തറ്റിക് ബ്ലഡ് ആന്റിജൻ ആണ് ഉള്ളത്. ഈ ബ്ലഡിൽ ആന്റിബോഡി സെൽ ഉണ്ടായിരിക്കുന്നതേ അല്ല. ഇതുകൊണ്ട് തന്നെ ഈ ബ്ലഡ് ഗ്രൂപ്പിന് എല്ലാ ബ്ലഡ് ഗ്രൂപ്പിന്റെയും ഡോണറായി നിൽക്കാൻ കഴിയും. ഒരു ഹ്യൂമൻ ബോഡിയിൽ ബ്ലഡ് ഗ്രൂപ്പ് മാച്ച് ആകുന്നത് ഇതിന്റെ ആന്റിബോഡി സെൽസിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ ബ്ലഡ് ഗ്രൂപ്പിന്റെ പ്രാധാന്യം വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഈ ബ്ലഡ് ഗ്രൂപ്പിന് നോർമൽ ടെമ്പറേച്ചർ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് ഹ്യൂമൻ ബോഡി ബ്ലഡ് അതൊരു നിശ്ചിതമായ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ അതിന് സർവൈവൽ ഉള്ളൂ. എന്നാൽ ഈ ബ്ലഡ് ഏത് ടെമ്പറേച്ചർ വേണമെങ്കിലും 2 വർഷം വരെ കേടുവരാതെ സൂക്ഷിക്കാം. ഇതിന്റെ കണ്ടുപിടുത്തത്തോടെ മെഡിക്കൽ ഫീൽഡിൽ ഒരു വിപ്ലവകരമായ മാറ്റത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. നമ്മൾ തന്നെ ഇപ്പോൾ എത്രത്തോളം ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിരിക്കുന്നു അല്ലേ? ഇനി ഇപ്പോൾ അർജൻസി സിറ്റുവേഷനിൽ മീറ്റ് ചെയ്യാൻ ഡോണറിനെ തപ്പി നടക്കേണ്ട ആവശ്യമില്ല. ഇതുവഴി രക്തദാനം മഹാദാനം എന്ന വാക്കിന്റെ പ്രസക്തി ഇല്ലാതാവും എന്നും കരുതാം. ഇത് കൂടുതലും ബ്ലഡ് ക്യാൻസർ സംഭവിച്ചവർക്ക് നല്ല ഉപകാരപ്രദമാകുമെന്നും പ്രതീക്ഷയുണ്ട്. 2030 ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ വിപണിയിൽ എത്തിക്കാൻ കഴിയുമെന്നാണ് ജപ്പാൻ പ്രതീക്ഷിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ബ്ലഡ് ഗ്രൂപ്പിന്റെ കടന്നുവരവോടുകൂടി കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥരുടെ പണി കൂടുമെന്നും വിശ്വസിക്കുന്നവരും ഉണ്ട്. കാരണം ബ്ലഡ് ആർട്ടിഫിഷ്യൽ ആയതുകൊണ്ട് തന്നെ ബ്ലഡ് പരിശോധിച്ചുള്ള അന്വേഷണങ്ങൾക്ക് ഇത് വിലങ്ങുതടിയാകും എന്നും പ്രതീക്ഷിക്കുന്നു. അതിനാൽ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പുതുതായി എന്തെങ്കിലും കണ്ടുപിടിക്കണം എന്ന സ്ഥിതി വന്നിരിക്കുവാണ് ലോകത്തിലെ പോലീസ് സേനയ്ക്ക്. എന്താണെങ്കിലും കാത്തിരുന്ന് കാണാം. കൂടുതൽ വീഡിയോയുമായി എത്തും വരെ സൈനിങ് ഓഫ് ട്രീനിക് വ്ലോഗ്.